ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടിലൻ അപ്ഡേറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അത് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതായത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക സംഭവം ഉണ്ടാവും. എന്തായാലും അദ്ദേഹത്തിൻ്റെ അയാം ഗെയിം എന്ന മൂവിയുടെ ഒരു ട്രെയിലർ വരാനുണ്ട്. പക്ഷേ അതിനുപരി നമ്മൾക്ക് ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവം വരാൻ പോവാണ്. നമ്മുടെ മമ്മൂക്കയെ നായകനാക്കിയിട്ട് ദുൽഖർ സൽമാൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. നമ്മൾ ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യൂല അങ്ങനത്തെ ഒരു സംഭവം. കാരണം ദുൽഖർ മമ്മൂക്ക വെച്ചൊരു പടം ചെയ്യുമോ, നമുക്കൊക്കെ ഒരു ഡൗട്ടാണ്. പക്ഷേ ആ സംഭവം നടക്കാൻ പോവുകയാണ്. ദുൽഖർ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം വരാൻ പോവുകയാണ്. അത് മമ്മൂക്കയാണ് നായകൻ. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ സൗബിൻ ഷാഹിർ. മമ്മൂക്ക ഒരു പഴയ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അവന് സൗബിനെ അടുത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, അവനിപ്പോൾ ദുൽഖറിനെ മതി, നമ്മളൊന്നും പറ്റൂല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് സൗബിൻ്റെ സ്ക്രിപ്റ്റിൽ നമ്മുടെ ദുൽഖർ സൽമാൻ ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂക്ക ചിത്രം വരാമോ. അത് നിർമ്മിക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ മാനേജറായ മേക്കപ്പ് മാനായ ജോർജ് ചേട്ടനാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ആദ്യം ഇതൊരു റൂമറാണെന്ന് മാത്രം നമ്മളൊക്കെ വിചാരിച്ചു, പക്ഷേ അത് കേട്ടെടുത്തോളം കൺഫേം ആണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് എന്നൊരു പിക്ക് കിട്ടില്ല, മമ്മൂക്കയും ദുൽഖറും തമ്മിലുള്ള ഒരു പിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയാണ്. നമുക്കൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള, അധികം വൈകാതെ ആ ചിത്രത്തിൻ്റെ അപ്ഡേഷൻ പുറത്ത് വരും. നമുക്ക് ഒരുപാട്, കാരണം മമ്മൂക്ക എങ്ങനെയാവും ദുൽഖർ പ്രസൻറ്റ് ചെയ്യുക. തൻ്റെ ബാപ്പ എന്നതിനുപരി ഒരു മലയാളത്തിൻ്റെ മെഗാസ്റ്റാറാണ്. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടർ, 100-400 മുകളിൽ ക്യാരക്ടർ ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇനി ചെയ്യാൻ ഒരു ക്യാരക്ടറും ബാക്കിയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാകും, ഏത് രീതിയിലാവും പ്രസൻറ്റ് ചെയ്യാമെന്ന് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കും ക്യൂരിയോസിറ്റി. കാരണം ദുൽഖർ നല്ലൊരു നടനാണ്, അതുപോലെ തന്നെ നല്ലൊരു പ്രൊഡ്യൂസറാണ്, ഇനി നല്ലൊരു ഡയറക്ടറാണെന്നുള്ള തെളിയിക്കാനുള്ള എല്ലാ സംഭവം ഈ ചിത്രത്തിലുണ്ടാവും. പിന്നെ നമുക്കറിയാം സൗബിൻ നല്ലൊരു ഡയറക്ടറാണ്. അതുപോലെ തന്നെ പുള്ളി ഒരുപാട് സിനിമയിലെ മേഖലകളിലൊക്കെ കൈ കടത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവുണ്ട്. ആ സ്ക്രിപ്റ്റ് നല്ല രീതിയിലായ ദുൽഖറിന് അത് ഡയറക്റ്റ് ചെയ്യാൻ സിമ്പിളായിരിക്കും എന്നുള്ള ഒരു സംശയം ഉണ്ടാകും. അത് മമ്മൂക്കയുടെ ഒരു മാനറിസം, അല്ലെങ്കിൽ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ എങ്ങനെ, അല്ലെങ്കിൽ മറ്റു ഇന്ത്യൻ പ്രേക്ഷകർ എങ്ങനെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു സംഭവം ദുൽഖർ നല്ലോണം അറിയാം. കാരണം സ്വന്തം ബാപ്പയുടെ ഒരു ഇത് മക്കളേക്കാൾ കൂടുതൽ മറ്റാർക്കും നമ്മൾക്കും കൂടിയും ചിലപ്പോൾ അത് ഒരു കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദുൽഖർ, കാരണം ദുൽഖർ പറഞ്ഞാൽ ഒരു മലയാള നടൻ മാത്രം, അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു പാൻ വേൾഡ് ആയിട്ട്, കാരണം ആ സിനിമ ഡയറക്റ്റ് ചെയ്യാന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും അധികം വൈകാതെ അതിൻ്റെ അപ്ഡേഷൻസ് ചട്ടപ്പട്ടയെന്ന് വരും. എല്ലാവരും വെയിറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേഷൻസിനായിട്ട്. എന്തായാലും ഇതൊരു 1.5 ഐറ്റാണ്, എല്ലാവരും വെയിറ്റ് ചെയ്യുക.